ഫൈനലി 3 ദിവസം കയോട്ടിക്കായിട്ട് ലൈഫ് ആക്കില്ല. അതായത് നോർമൽ ലൈഫല്ല, സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയൊഴുകിയുള്ളൊരു ജീവിതത്തിന് ശേഷം ഞങ്ങൾ ഇന്ന് പോവാണ് നേപ്പാളിലേക്ക്. കാഠ്മണ്ഡുവിലേക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. വിസ്താരയിലാണ് പോണത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോണേന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഈ ഒരു സൈഡ് ഓഫ് ഇന്റർനാഷണൽ ഡിപ്പാച്ചേഴ്സിൻ്റെ സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ബട്ട് അറൈവൽസ് ഈസ് ഹൊറിബിൾ, സീരിയസ്ലി ഹൊറിബിൾ. ഒട്ടും മനുഷ്യരില്ല, ഒന്നുമില്ല. ഭയങ്കര വല്ലാത്തൊരു ലുക്കാണ് ഇവിടെ ഫുള്ള്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, നോട്ട് ടു ബാഡ്. അപ്പം ഞാൻ ഇവിടെ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിനും ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വിശന്ന് കുറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വന്ന് KFC കഴിക്കാമെന്ന് വിചാരിച്ചു. KFC ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കുറച്ച് ഡിലേ ഉണ്ട് ഇവിടെ ഓൾവേസ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കുറച്ച് നേരത്തെ വരിക. എസ്പെഷ്യലി നമ്മുടെ എയർപോർട്ട്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് ഡിലേ എപ്പോഴും വരും. ഇപ്പോൾ ഒരു 11 മണിക്ക് ഒരു 11:15 അപ്പോൾ വന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വന്നപ്പോഴത്തേക്കും ഓൾറെഡി എക്സാക്ട്ലി നമ്മുടെ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിട്ടോ ആക്ച്വലി. അതുകൊണ്ടാണ്. അതർവൈസ് നമ്മൾ ഒരു 10 മിനിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും. അന്നേരം പിന്നെ ഓടിപ്പോകേണ്ട വന്നേനെ. ബട്ട് സ്റ്റിൽ റിലാക്സ് ചെയ്ത് ആണ് പോകുന്നത്. അതൊരു നല്ല കാര്യം. ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 2nd ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിലിരിക്കുകയാണ്. അപ്പം നമ്മൾ നേപ്പാളിലുള്ള വിസ്താരയിൽ കയറാനായിട്ട് ഗേറ്റ് ഒക്കെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇരിക്കുന്ന എല്ലാവരും നേപ്പാളിലേക്ക് പോകാനുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇതൊരു വ്യത്യാസമുള്ള എയർപോർട്ടാണ്. ഒത്തിരി തിരക്കൊന്നുമില്ലാത്ത എയർപോർട്ട്. വളരെ കുറച്ച് ഫ്ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈവൻ അറൈവൽസിൻ്റെ ബോർഡ് ഇവിടെ ഈ പുറത്ത് വരെ ഉണ്ട്. വളരെ ഒരു ചെറിയൊരു എയർപോർട്ടാണ്. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്. ഒത്തിരി ചെക്കിക്കൊന്നുമില്ല, ഒത്തിരി ആൾക്കാരെ വലയ്ക്കൊന്നും ചെയ്യാതെ സമാധാനപരമായി നമുക്ക് വരാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ് കാഠ്മണ്ഡു എന്ന് ഞാൻ പറയും. ബിക്കോസ് ഞാനിപ്പോൾ ഒരു 3-4 എയർപോർട്ടിൽ കൂടെ കയറി ഇറങ്ങിയതുകൊണ്ട് ലിറ്ററലി ഞാൻ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. സകല സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ച് ഭണ്ഡാരം ഭ്രാന്ത് പിടിക്കുന്നില്ല. ഈവൻ ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ സീൻ. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടി വന്നത് റീപാക്ക് ചെയ്യാൻ ഇന്ത്യയിൽ തന്നെയാണ്. ബിക്കോസ് ഇന്ത്യയിൽ നമ്മുടെ സകല ഇലക്ട്രോണിക്സും എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ ബാക്കിയുള്ളടത്തൊക്കെ ലിക്വിഡ്സാണ് അവർക്ക് പ്രശ്നം. ആ ലിക്വിഡ്സ് എല്ലാം നോക്കുകയുള്ളൂ. പിന്നെ ലാപ്ടോപ്പ് എടുത്ത് പുറത്ത് വെപ്പിക്കും. ബാക്കി എല്ലാ സംഭവങ്ങളും അവർ എടുത്ത് വെപ്പിക്കത്തില്ല. അപ്പോൾ കാഠ്മണ്ഡു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇതിന് വേറൊരു പേരാണ് ആക്ച്വലി, തിരുഭവൻ എന്നും പറഞ്ഞിട്ട്. പക്ഷെ ആ പേരെനിക്ക് തിരുഭവൻ ബാക്കി എനിക്കറിയില്ല. എന്തായാലും ഇത് ഒത്തിരി വലിയൊരു കോംപ്ലക്സ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ഏരിയ അവിടെ നമ്മൾ എല്ലാം ചെയ്തു. പിന്നെ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ നമുക്ക് മേക്ക് മൈ ട്രിപ്പിൽ വെച്ചിട്ട് നല്ല കുറഞ്ഞ റേറ്റിന് നമുക്കൊരു 350 രൂപയ്ക്ക് ഇവിടെ ഒരു നല്ല ഹോട്ടലിൻ്റെ ഇത് കാണിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മളത് ബുക്ക് ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേക്ക് അവരത് ക്യാൻസൽ ചെയ്തു. ആ സാധനം പിന്നെ അവരോട് സംസാരിച്ച് 1500 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് തീരുമാനാക്കി. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പം അങ്ങനെ പോയി. അപ്പോൾ ഇപ്പോൾ കണ്ടോ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ പേരൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വിളിച്ചുകൊണ്ട് പോകാനായിട്ട്. ഇവിടുത്തെ ഒരു രീതി. ഞാൻ ഒത്തിരി ടയർഡൊന്നും ആയിട്ടില്ല. ഫ്ലൈറ്റിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടി. അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബെസ്റ്റ് ഡെസേർട്ട് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡെസേർട്ടായിരുന്നു ഇവിടെ ഉള്ളതിൽ.
ഫ്ലൈറ്റിൽ കഴിച്ച ഏറ്റവും ബെസ്റ്റ് ഡെസേർട്ട് അതായിരുന്നു. മാംഗോ പുഡിംഗ് ആയിരുന്നു വിത്ത് കേക്ക്. ഇറ്റ് വാസ് സോ ഗുഡ്, സോ ഡെലീഷ്യസ്. അത് ഇന്ത്യയിൽ നിന്ന് വന്നുകൊണ്ടാണ്, ഞാൻ വിസ്താരയിലാണ് ഫ്രൈ ചെയ്തത്, അതിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഹലോ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വണ്ടിയുടെ ഉള്ളിൽ പിറ്റായിക്കഴിയുമ്പോൾ ഇത് ഏതാ വണ്ടിന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കും ഒന്നും കാണാൻ പാടില്ലെന്ന് എനിക്കറിയാം. ഇതാണ് മാരുതി 800. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്ന വണ്ടിയാണ്. എൻ്റെ വലിയച്ഛൻ്റെ വണ്ടിയായിരുന്നു അത് ആദ്യം, പിന്നെ ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ ഈ കാറിൽ നേരെ പോയത് കാഠ്മണ്ഡു പോട്ടിക് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലേക്കാണ്. ഐ വാസ് സോ ടയേർഡ്. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അത് ടമൽ മാർക്കറ്റിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഹോട്ടലായിരുന്നു, നല്ല ഹോട്ടലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിലുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.